എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമത്തെ രാജ്യം ഏതാണ്? അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യ. ഇന്ത്യയാണ് അരി ഉൽപാദനത്തിൽ ചൈനയെ പിന്തള്ളി ലോകത്ത് ഒന്നാമതെത്തിയ രാജ്യം. 100 മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയ ഏത് വേദന സംഹാരിയുടെ ഉൽപാദനവും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? 100 മില്ലിഗ്രാമിൽ കൂടുതൽ അടങ്ങിയ ഏത് വേദന സംഹാരിയുടെ ഉൽപാദനവും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്? ആൻസർ ഓപ്ഷൻ എ, നിമേസുലൈഡ്. നിമേസുലൈഡിന്റെ ഉൽപാദനവും വിൽപ്പനയുമാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ബാറ്റിൽ ഓഫ് ഗാൽവാൻ. ബാറ്റിൽ ഓഫ് ഗാൽവാൻ ആണ് 2020 ഇന്ത്യ ചൈന അതിർത്തിയിലെ ഗാൽവാൻ സംഘർഷം പ്രമേയമാക്കി പുറത്തിറങ്ങിയ സിനിമ. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്? ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആമസോൺ കൊമ്പില്ല തേനീച്ചകൾ. ആമസോൺ കൊമ്പില്ല തേനീച്ചകളാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്. 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തിയാണ് ആചരിച്ചത്? 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ എത്രാമത് ജയന്തിയാണ് ആചരിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 149. 2026 ജനുവരി 2 NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ 149ാമത് ജയന്തിയായാണ് ആചരിച്ചത്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏത്? സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കനൽ. കനൽ പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് കേരള ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ്? രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കൊൽക്കത്ത ഗുവാഹത്തി. കൊൽക്കത്ത മുതൽ ഗുവാഹത്തി വരെയാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ച റൂട്ട്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ജസ്റ്റിസ് സൗമൻ സെൻ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. കുഷ്ഠരോഗ നിർണയത്തിനായി കേരള ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന ഭവന സന്ദർശനം ഏതാണ്? കുഷ്ഠരോഗം നിർണയിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഭവന സന്ദർശനം ഏത്? ആൻസർ ഓപ്ഷൻ എ, അശ്വമേധം. അശ്വമേധമാണ് കുഷ്ഠരോഗം നിർണയിക്കുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് നടത്തുന്ന ഭവന സന്ദർശന യജ്ഞം. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇന്ത്യ. ഇന്ത്യയാണ് 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി അർത്തുങ്കൽ. ആലപ്പുഴയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ് ആണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ഗായത്രി ചക്രവർത്തി സ്പിവാക്. ഗായത്രി ചക്രവർത്തി സ്പിവാക് ആണ് 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മനു ഭാക്കർ. മനു ഭാക്കർ ആണ് ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായത് ആര്? മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കത്രീന കൈഫ്. കത്രീന കൈഫാണ് മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതയായത്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഇന്ത്യയിലെ മികച്ച ദേശീയ ഉദ്യാനമായി തിരഞ്ഞെടുത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം, ഡച്ചിംഗാം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനവും ഡച്ചിംഗാം ദേശീയോദ്യാനവുമാണ് ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായി തിരഞ്ഞെടുത്തത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒമാൻ. ഒമാനാണ് വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കോട്ടയം. കോട്ടയം ജില്ലയാണ് ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ബന്ധു ക്ലിനിക് പദ്ധതി. ബന്ധു ക്ലിനിക് പദ്ധതിയാണ് 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി.